എല്ലാവരും ജോലിയും തേടി അന്യ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഈ കണ്ണ മാത്രമുണ്ട് സ്വന്തം നാട്ടിലിങ്ങനെ കിടക്കണത്. അതൊരു ഭാഗ്യം തന്നെ. ഹലോ അമ്മ, പറയ്. എന്റെ കണ്ണാ, നീ മീൻ വാങ്ങാൻ പോയിട്ട് എവിടെ പോയി കിടക്കടാ? അമ്മ, എനിക്കൊരു അരമണിക്കൂർ സമയം തരി. ഞാൻ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കാണ്. ഈ കണ്ണനെ 2 പൊണ്ണ മീനെ നിങ്ങൾക്ക് പിടിച്ചോണ്ട് തരാം. ഇതാകുമ്പോ മൈദയുടെ പൈസ മാത്രമേ ആവുള്ളൂ. വെറുതെ എന്തിനാണ് മീൻ വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊണ്ട് കളയണ? നീ എത്ര രൂപയ്ക്ക് മൈദ വാങ്ങിച്ച്? ഞാൻ ഒരു നിങ്ങൾ തന്ന 10, 300, 400, 450, 500 രൂപയ്ക്ക് അങ്ങ് വാങ്ങിച്ചു മൈദ. ഞാൻ എത്ര രൂപയ്ക്ക് മീൻ വാങ്ങാൻ പറഞ്ഞ? 50 രൂപയ്ക്ക്. നീ കണ്ണനല്ലടാ, മൊണ്ണനാ, മൊണ്ണൻ. മര്യാദക്ക് മീനും ബാക്കി പൈസ നീ എന്റെ കയ്യിൽ കൊണ്ടുതരാതെ വീട്ടിൽ കയറൂല. ഇല്ലല്ല, ഞാൻ ഇന്ന് വീട്ടിൽ കയറില്ല, തിണ്ണയിലായിരിക്കും കിടത്താം. ശരി ശരി. അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവോ ചൂണ്ടിട്ട് മീൻ പിടിച്ചിട്ട് പൊരിച്ച് കഴിക്കണ്ട സുഖം. ഉണ്ണി, ഇതെങ്ങോട്ട്? അണ്ണാ, ഞാനേ ചന്തയിൽ പോണ്. അമ്മ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ട്. ആയി ശരി. നിനക്ക് ഫ്രഷ് മീൻ വേണോ അതോ ഐസിട്ട മീൻ വേണോ? ഫ്രഷ് മതി. എങ്കിൽ നീ ഇങ്ങോട്ട് പോര്. ഇതാണ്ട കണ്ണനോടെ ചൂണ്ടിട്ടോണ്ടിരിക്കണ്. പിന്നെ ചേച്ചി എത്ര രൂപ? 200. 200 ഉണ്ടാ? എന്നാ ആ പൈസക്ക് നീ പോയി കുറച്ച് മൈദ വാങ്ങിച്ചോട്ട് വാ. ഒരു 10-20 കിലോ മീനെങ്കിൽ നമുക്ക് ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റും. കണ്ണൻ എന്നെ കണ്ടത് എന്തായാലും നന്നായി. എത്ര നാളായി ഫ്രഷ് മീൻ കഴിച്ചിട്ട്. അണ്ണാ, ഒരു 11:30 മുമ്പ് മീൻ കിട്ടൂലേ? ഇപ്പൊ സമയം എന്തായി? ഒരു 10 മണിയായി കാണും. ഒരു 15 കിട്ടിയാ കുഴപ്പമുണ്ടോ? അണ്ണാ, ഞാൻ പോയിട്ട് ദാ വരണ്. മൈദയും ഗോതമ്പും എല്ലാം വാങ്ങിച്ചോണ്ട് വരും ഞാൻ. അണ്ണാ, 15 മീൻ കിട്ടൂന്നല്ലേ പറഞ്ഞത്? അതിപ്പോ രാത്രി ഉണ്ടല്ലോ 15. അമ്മ ഇന്ന് എന്നെ വെട്ടിക്കീറേ ഉള്ളൂ. വീട്ടിലും കേറ്റൂല. എന്നെയും കേറ്റൂല. സെയിം പിച്ച്. നീ എന്തിനാ എങ്ങനെ ഡെസ്പാവണത്? കണ്ണനല്ലേ കൂടെ ഉള്ളത്. നമുക്കേ ഇന്ന് ഇവിടെ അങ്ങ് കൂടാ. മീനൊക്കെ പിടിച്ചടിച്ച് പൊരിച്ച് കഴിച്ച് എങ്ങനെ അറിയണം? അതിനാദ്യം മീൻ കിട്ടണ്ടേ? ഞാൻ ഇപ്പൊ 10 കിലോ മൈദയെങ്കിലും ഇതിന് ഉരുട്ടി അങ്ങോട്ട് കൊടുത്തതാണ്. എനിക്ക് തോന്നണേ ഈ മീനെല്ലാം കൂടെ മൈദ കൊത്തിപ്പറക്കി താഴെ കൊണ്ടുപോയി പൊറോട്ട അടിക്കണം എന്നാണ്. പൊറോട്ട? അല്ലാതെ ഇത്ര സമയം എടുക്കണത് കാര്യാക്കണ്ട. കുറച്ച് കഴിഞ്ഞ് പൊറോട്ട അടിച്ച് തീർന്ന് മൈദ തേടി വീണ്ടും വരുമല്ല, അപ്പൊ നമുക്ക് പൊക്കാം മീൻ. അണ്ണാ, സത്യം പറ, ശരിക്കും ഇവിടെ മീനുണ്ടാ? എന്റെ ഉണ്ണി, ഞാൻ ഇന്നലെയും കൂടെ പിടിച്ചല്ലേ ഉള്ളതാ ഇത്ര നീളമുള്ള ഫിലോമിനയാ. ഫിലോമിനെ? ഫിലോമിന അത് സലാപ്പി, ഒരു പെണ്ണിന്റെ പേരാണ്. ഓ, തിലാപ്പിയ. ആ, അത് തന്നെ. പേരൊന്നും ഒരു കാര്യമില്ല. നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി ചവിടി അടിക്കണല്ലേ. വല്ലതും കിട്ടിയാ കൊള്ളാം. ഇവിടെ കണ്ണ അവിടെ എന്താ കുത്തിയിരുന്ന പരിപാടി? വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ശൈലേഷനാ നിങ്ങളാ? അണ്ണാ, ഞാൻ നമ്മളെ രായൻവാഗ് ഉണ്ണിയും കൂടെ മീൻ പിടിക്കാതിരിക്കുകയാണ്. നമ്മളെ ചൂണ്ടിട്ടോണ്ടിരിക്കണം. കൂടെയാണ് നിങ്ങള്. ചെറുക്കന് ഞാൻ തന്നെ ഒരു സ്രാവിനെ പിടിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം അല്ലടാ. മീനാ? ഡൈ, കുളത്തിലെ മീൻ മൊത്തം ഞാനും രാഘവനും കൂടെ 2 മാസം മുമ്പ് പിടിച്ചോണ്ട് പോയല്ലോ വലയിട്ട്. ആഞ്ജനേയ, ഉണ്ണിയന്റെ ഉണ്ണിയെല്ലാം കൂടെ പരത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കത്തേ ഉള്ളൂ. ശൈലേഷനാ, നിങ്ങൾ എന്തൊരു പരിപാടി കാണിച്ചത്? നമ്മുടെ നാട്ടുകാരനില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ കുളമില്ലാത്ത ഇവിടെ മീനില്ലാത്ത കാര്യം നിങ്ങളെന്ത് പറയാത്തത്? അതിന് നീ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ചോദിച്ചിട്ടോ അതൊക്കെ പറയാം. ഇവരെന്തൊരു പൂത്ത്. ചുണ്ണി, നമുക്ക് ഈ കുളം വേണ്ട. ഇവിടെ മീനൊന്നും ഇല്ലാത്ത നമ്മൾ എന്തിനും വെറുതെ ചൂണ്ടാക്കിട്ട് നമുക്ക് അപ്പുറത്ത് തോട്ടിൽ പോയി ടൈഗർ ഫിഷിനെ പിടിക്കാം. പറഞ്ഞോ? ശരിക്കല്ല കുരുത്തത്. ഈശ്വര, വീടും എത്തി. അണ്ണാ, ഞാൻ എങ്ങനെ വീട്ടിൽ കയറും മീനില്ലാതാ? ഡേ ചുണ്ണി, നിന്റെ അമ്മ സൗദാമിനി ചേച്ചിയെ നിന്നെക്കാൾ എനിക്ക് നല്ലോണം അറിയാം. പുള്ളിക്കാരിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്തരി, മീൻ വാങ്ങാൻ തന്ന പൈസ കൊണ്ട് മൈദാമാവ് വാങ്ങിച്ചിട്ട് തോട്ടിൽ ഒഴുക്കി വിട്ടെന്ന് പറയാനാ? അതങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലാവും. മലയാളത്തിൽ തന്നെ പറയണം കേട്ടാ. എന്നാലും ഒരെന്നാലും ഇല്ല. കണ്ണനല്ലടാ പറയണത്. നീ പോയിട്ട് വാ ധൈര്യമായിട്ട്. അമ്മ, മീൻ വാങ്ങാൻ തന്ന പൈസക്ക് ഞാൻ മൈദാമാവ് വാങ്ങിച്ച് തോട്ടിൽ ഒഴുക്കി വിട്ട്. കണ്ണന വരടാ ഉണ്ണി. ഇന്നല്ല നാളെ പോയിട്ട് വേണം എന്റെ തള്ളന്ന് എനിക്ക് അടി വാങ്ങിക്കാൻ. എന്നെ വിളിക്കണം. എന്റെ ദാമുണ്ണ, നിങ്ങളെ കടയിലെ ചായ കുടിച്ചാലേ എല്ലാരും പറയാറുണ്ട്, എന്നാലും നീ പറ. ചായ കുടിച്ചാ 10 ദിവസം ബാത്റൂമിലാക്കാൻ താമസം. എന്തെണ്ണ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണ? ചായ എന്ന് പറയും. ചായ ഇതിലെ പാല് പുളിച്ച് തൈരായി. എങ്കിൽ കുറച്ച് ഉപ്പിട്ട് തരാം, മോനായിട്ട് കൂടി. ഈ ഇരിക്കണ പഴംപൊരിക്ക് എന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടല്ലോ. എങ്ങനെ നിന്റെ അമ്മമ്മക്ക് കെട്ടിച്ചോറാ? ഉണ്ണിക്കുട്ട, അങ്ങ് വാ. എന്തായാലും വേണം. നീ എന്നത് പണക്കോ? ഇല്ല, പക്ഷെ എനിക്ക് ഇതിനകത്ത് പണക്കമുണ്ട്. നീ എന്ത് രാവിലെ ഞാൻ ഫോൺ വിളിച്ചെടുക്കാത്ത? ചൂണ്ടയും കൊണ്ട് രാവിലെ കടലിൽ പോയി സ്രാവിനെ പിടിക്കാനായിരിക്കും. എടാ ചുണ്ണിക്കുട്ട,
ഈ കണ്ണാണനെ നീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനാടാ മുത്തേ. വനക്കളവൻ മര്യാദക്ക് ചാടിച്ചോണ്ടിരി വരെ പൂതി. നിന്റെ പണക്കം മാറ്റാനേ നമുക്കൊരു സ്ഥലം വരെ പോയാലേ? ഞാനും കൂടെ പോരട്ടെ? വെച്ചാൽ പോയാലേ? ഏത് സ്ഥലം? ഒരു ഹിഡൻ സ്പോട്ട്. അരുവികളും കുരുവികളും വെള്ളത്തിന്റെ കളകളാ ശബ്ദം മാത്രമുള്ള ഒരു സ്ഥലം. അവിടെ നീ ഞാനും മാത്രം. രണ്ടും കൂടെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി എന്തിനാ പരിപാടിയേ? കഴപ്പൂടിച്ച കളവ ഞാൻ മുട്ടാടിക്ക പോയല്ലേ? എനിക്ക് സമയമൊന്നുമില്ല. വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ളതാണ്. ഇപ്പൊ സമയം എന്തായി കാണും? 4 മണി. ഒരു 4-5 തിരിച്ചെത്തിയ കുഴപ്പമുണ്ടോ? രാവിലെ രാത്രിയാ? നീ വാടാ ശുട്ടുമണി. ആ പോവാടാ കുട്ട. കിളവ് എങ്ങോട്ട് വരണേ? കൂടെ ചുട്ടുമണിന്ന് വിളിച്ചേ. ശുട്ടുമണി കാനാഞ്ഞ് മോനെ പരിപ്പോടാ കൂടെ കൊണ്ടുപോടാ. ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ വരും കേട്ടാ. കിളവന്റെ ഓരോ കാര്യങ്ങള്. ഈശ്വര, ഇത് എന്തരുത്? ഹിഡൻ സ്പോട്ടല്ലേ, വഴി കാണൂല. അണ്ണാ ഇത് തന്നെയാ സ്ഥലം. പിന്നെ ഇതല്ല സ്ഥലം അല്ലാണ്ട് ഞാൻ ഇന്നലെ കൂടെ ഒന്നല്ലേ ഉള്ളൂ. വിശ്വസിക്കാൻ എത്തിരി പാടുണ്ട്. എന്നാ ഞാൻ 2 ദിവസം മുമ്പ് വന്നതാണ്. നിങ്ങൾ പറഞ്ഞ അരുവി എവിടെ? കാണാനില്ലല്ല. അരുവി ഇവിടെ എവിടെയോ. ഇനി അരുവിയെല്ലാം കൂടെ കുരുവിയായിട്ട് പറന്ന് പോയാന്തോ. കാരണം എന്തായാലും വന്നതാണ്ടാ. നല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്വപ്നത്തിലായിരിക്കും. സ്വപ്നത്തിലാണെന്ന് തോന്നണം. എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. വഴി മാറി പോയെന്നായിരിക്കും. അല്ലല്ല, പാമ്പിന്റെ കടി ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. വന്നതാ പോട്ട്. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വഴിയെങ്കിലും അറിയാമോ? അതെനിക്കറിയാം. രക്ഷപ്പെട്ടു. വല്ല കാട്ടുമുപ്പന്മാരുണ്ടായിരുന്നു തിരിച്ചു പോണ വഴി ചോദിക്കായിരുന്നു. എനിക്ക് 6 മണിക്ക് വിളക്ക് കത്തിക്കാനുള്ളതാണ്. ഈ കണ്ണാണനെ പേരിട്ടവനെ ആദ്യം അടിക്കണം. എന്തായാലും എനിക്ക് അറിയാറുന്നടാ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അതുകൊണ്ടേ നിന്നെ കത്തിക്കാൻ ഞാൻ മെഴുകുതിരി കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണാ, തീപ്പെട്ടിയുണ്ട്. സമയം 10 മണിയായി. കണ്ണണ്ണ, ഞാൻ എങ്ങനെയണ്ണ വീട്ടിൽ കയറണ? ഇവിടെ നിന്റെ അമ്മ സൗദാമിനി ചേച്ചി. സൗദാമിനി ചേച്ചി? ചേച്ചി പറഞ്ഞാൽ ഒന്നും കേൾക്കൂല, വിശ്വസിക്കൂല. നീ അത് വിട്. പക്ഷെ അതുപോലെയല്ല നിന്റെ അച്ഛൻ രായൻ ചേട്ടൻ. പുള്ളിക്കാരൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. കുട്ടിക്കാലത്തെ ഞാൻ കുട്ടിയായിരുന്നപ്പം എന്നെ കുറേ തോളിലേറ്റി നടന്നിട്ടുണ്ട്. അപ്പോഴാ സ്നേഹം പുള്ളിക്കാരന് കാണാതിരിക്കൂല. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. ഈ കണ്ണൻ ആണല്ലോടാ പറയണത്. എന്തെങ്കിലും ഉണ്ടെങ്കിലേ കണ്ണൻ എന്ന പേര് പറഞ്ഞാൽ മതി. രായൻ ചേട്ടന് മനസ്സിലാവും കേട്ടോ. അച്ഛാ, ഒരച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധം എനിക്കിപ്പോ നേരിൽ കാണാൻ പറ്റും. ദൈവമേ, അങ്ങ് വലിയവനാണ്. അച്ഛാ, എവിടെ പോയി കിടക്കിയിരുന്നടാ കള്ള നായിന്റെ മോനെ? പണ്ട് അച്ഛൻ തോളിലേറ്റി നടന്ന കണ്ണണ്ണന്റെ കൂടെ ഹിഡൻ സ്പോട്ട് കാണാൻ പോയിരുന്നു. അവന്റെ ഒരു ഹിഡൻ സ്പോട്ട്. ആ പട്ടിയെ പണ്ട് തോളിലേറ്റ് നടന്നപ്പോഴാണ് അവന്റെ പുറത്ത് അപ്പിയിട്ട് തന്നത്. അതിനുശേഷമാണ് എനിക്ക് അപ്പിരായനെന്ന പേര് വീണത്. എന്തായാലും അച്ഛനൊരു പുതിയ പേര് കിട്ടിയില്ലേ? എടാ അടിക്കല്ലേ അച്ഛാ, അടിക്കല്ലേ. അയ്യോ അച്ഛാ, അടിക്കല്ലേ. എടാ നിന്നെ പിടിച്ച് ഞാൻ ഉമ്മ വെക്കാടാ. കണ്ണണ്ണ ഓടി വന്ന രക്ഷിക്കണ്ണ. രക്ഷിക്കാൻ ഞാൻ സൂപ്പർമാൻ അല്ലേ? നാളാവട്ടെ സൂപ്പർമാനെ ജട്ടി കെട്ടുകൊണ്ട് വരാൻ ഞാൻ. കണ്ണണ്ണ, എന്നാലും ഈ കണ്ണണ്ണനത് പറയാതെ നീ കരാട്ടെ ക്ലാസ്സിന് എപ്പോഴാ പോയത്? അല്ല, തലയിൽ വെള്ളക്കെട്ട് കണ്ട് ചോദിച്ചു. ഭാഗ്യത്തിന് മുഖത്ത് അങ്ങനെ വലുതായിട്ട് ചതവൊന്നുമില്ല. ഇല്ലല്ലേ? ഈടാ കണ്ണാണ് ഇതിനെപ്പറ്റി കുറെ നേരം ആലോചിച്ചടാ. എന്തിനെന്നെ കൊല്ലാനാ? അതൊക്കെ എപ്പോഴെങ്കിലും ആവാലോ. നിനക്ക് ഈ ഗതി വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങളുള്ളോണ്ട്. അല്ലല്ല, നീ സമയത്തിന് വീട്ടിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഗതി വന്നത്. അത് എന്തുകൊണ്ടെന്നറിയാമോ? അത് നിങ്ങളുള്ളോണ്ട്. അല്ലല്ല, നിനക്ക് അത്യാവശ്യത്തിന് വേണ്ടത് ഒരു വണ്ടിയാണ്. ഈടാ നമ്മൾ ഹിഡൻ സ്പോട്ടിൽ പോയത് നടന്നാണ്. പകരം നമ്മൾ ബൈക്കിൽ പോയിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവൂല. മാറ്റം ഉണ്ടാവും. നമുക്ക് സമയത്തിന് വീട്ടിൽ കയറാൻ പറ്റും. അതുകൊണ്ട് നീ ഒരു വണ്ടി എടു. വീട്ടില് വേറെ വണ്ടിയൊന്നുമില്ലല്ല. വീട്ടില് സമ്മതിക്കോ എന്തോ? സമ്മതിപ്പിക്കണം. വീട്ടാവശ്യത്തിന് കൂടിയാണ് വണ്ടി എടുക്കണമെന്ന് അവരെ കൊണ്ട് ധരിപ്പിക്കണം. അവര് ധരിക്കോ? സൗദാമിനി ചേച്ചി, രായൻ ചേട്ടൻ രണ്ടുപേരും ധരിക്കൂല. നീ എങ്ങനെ ധരിപ്പിക്കണം? ഉള്ളത് പറയല ചുണ്ണി. ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ ഒരു വണ്ടിയെ കണ്ടു. അത് കണ്ടപ്പോഴേക്കും എനിക്ക് നിന്റെ മുഖമാണ് ഓർമ്മ വന്നത്. വേറെ ആരെയും കിട്ടിയില്ല. അതൊരു സാധാ വണ്ടിയല്ല. എന്ത് ചെറു വെച്ചത് പറക്കോ? എന്റെ പേരെന്തരി? വല ദ ഇലക്ട്രിക് സ്കൂട്ടർ. എനിക്ക് എന്തായാലും വണ്ടി കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എടുത്താ പോരായിരുന്ന? എടാ കണ്ണാണന് സ്വന്തമായിട്ട് വണ്ടി എടുക്കണതല്ല, മറ്റുള്ളവരെ വണ്ടിയിൽ കയറി പുറകിലിരിക്കാനാണ് ഇഷ്ടം. അതാകുമ്പോ മൂട്ടിയിട്ട് കുത്തല്ല. നീ എന്തായാലും എടുക്കുന്ന ആരും ഒന്ന് ആലോര്. മനസ്സമായിട്ട് ആലോര്. കിട്ടും നിനക്ക്.
എടേ ചുണ്ണി, നീ ഞാൻ പറഞ്ഞ മുമ്പേ പോയി വണ്ടി എടുത്താ? വണ്ടി എടുക്കുന്നതൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാ അങ്ങ് എടുത്ത്. അതെന്തരി മനസ്സ് നിറഞ്ഞത്. അല്ല അണ്ണാ, ഒരു സംശയം. ഇവിടെ നിന്ന് ഷോറൂമിലോട്ട് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വണ്ടി അവിടെ ചെന്ന് എടുത്തോളാന്ന്. അപ്പൊ അവര് പറയാണ്, വേണ്ട സാർ, സാർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വണ്ടി പിക്കപ്പിൽ കൊണ്ടുവന്ന് ഇറക്കി തരാന്ന്. ഞാൻ നോക്കിയപ്പോ ആ വണ്ടി കൊണ്ടുവന്ന് ഇറക്കി തന്നു. അതെന്താ അങ്ങനെ? ഈടാ വാപ്പിളി മുക്കിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ നീയല്ലേ എടുത്തത്? അപ്പോഴും സ്പെഷ്യൽ ഡെലിവറി മാത്രമല്ല, ഞാനാണ് ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞത്. തന്നെ അണ്ണാ? തന്നെ അണ്ണ അല്ല, ഈ കണ്ണ അണ്ണൻ. അല്ല, ഞാൻ വണ്ടി എടുത്ത കാര്യം അണ്ണ ഇപ്പോഴല്ലേ അറിഞ്ഞ? അതൊന്നും ഈ പറഞ്ഞ കാര്യമില്ല. നീ വണ്ടി എടുത്തില്ലേ? നീ വണ്ടിയിലൂടെ കയറി എന്നെ പുറകിൽ വെച്ചേ ഈ വാപ്പിളി മുക്ക് മൊത്തം സവാരി നടത്തിയാണ്. പിന്നെന്ത്? ബ്ലൂടൂത്ത് കണക്റ്റഡ്. കണക്ട് ആയ? ആ കണക്ഷൻ അല്ല, ബ്ലൂടൂത്ത് കണക്ട് ആയത്. നീ വണ്ടി എടു, വണ്ടി എടു. കുറെ നാരായണയുടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് നീ വണ്ടി എടുക്കണില്ലേ? വണ്ടി പോണില്ല. ഓ, എന്നെ വെച്ച് നിനക്ക് സവാരി നടത്താൻ വയ്യ. അതല്ല, വണ്ടി അനങ്ങല്ലാന്ന്. ചിലപ്പോ ബ്ലൂടൂത്ത് കണക്ട് ആയ സ്ഥിതിക്ക് നീ ഒരു പാട്ടിട്ടാണ്, ചിലപ്പോ പാട്ടാലേ വണ്ടി അനങ്ങോളായിരിക്കും. നല്ല ജിൽ ജിൽ നിൽക്കണ പാട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ ആവില്ല. എന്തൊരു ചുണ്ണി നീ ഇത് പറയണ? പുതിയ വണ്ടി ഓണാവില്ലെന്നാ കംപ്ലൈന്റ്. വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നീ വണ്ടിയെ നമുക്ക് ഷോറൂമിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവാം. ഇത് നമ്മുടെ തോളി വെച്ച് കൊണ്ടുപോകും. തോളി വെച്ചുകൊണ്ടാ? നീ നേരത്തെ ഓർത്തൻ പിക്കപ്പിൽ കൊണ്ടിറക്കിയല്ല, അവനെ തന്നെ, അവന്റെ നമ്പർ ഉണ്ടാ? ഉണ്ട്. അവനെ വിളി. അല്ല അണ്ണാ, ഒരു സംശയം. വണ്ടി കൊണ്ടിറക്കിയ പിക്കപ്പുകാരനെ ഇങ്ങോട്ടാണ് നമ്പർ തന്ന, എന്നിട്ട് അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും, എന്നെ തന്നെ വിളിച്ചാൽ മതിന്ന്. അതെന്താ അങ്ങനെ? കൊണ്ടിറക്കിയപ്പോ അവനെ തന്നെ തിരിച്ചു വിളിക്കാനുള്ള ഗതി വന്നില്ലേ, അതുകൊണ്ടായിരിക്കും അവൻ നമ്പർ തന്നിട്ട് പോയാ. നീ വിളി. വല കമ്പനിയിലേക്ക് സ്വാഗതം. ഏത് മോഡലാണ് സാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? വണ്ടി എടുക്കാനല്ലേ വന്നത്? രാവിലെ എടുത്ത പുതിയ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സാർ, പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന 1000 വണ്ടികൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ച്. ഡെലിവറിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വണ്ടികളല്ലേ? ഒരിക്കലുമല്ല. ഓ, അല്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് ഏരിയ ആയിരിക്കും. അല്ലേ അല്ല, ഇതെല്ലാം 3-4 വർഷങ്ങൾക്ക് മുമ്പ് കസ്റ്റമേഴ്സ് സർവീസ് ചെയ്യാൻ കൊണ്ടുവന്ന വണ്ടികളാണ്. നിങ്ങൾക്കും സ്വാഗതം. കണ്ണണ്ണ, ഈ കണ്ണണ്ണ മീശം പിരിച്ച് മുണ്ട് മടക്കി വന്നാലേ ഞാൻ ഷോറൂം കത്തിക്കും. മൊത്തത്തില് കത്തിച്ചോളൂ, 100% സമ്മതം. ഇന്ത്യയിലെ തന്നെ അവസാനത്തെ ഷോറൂമാണ് സാർ ഈ കാണുന്ന ഷോറൂം. സാറ് കത്തിച്ചാൽ നമുക്ക് മനസ്സമാധാനമായി പോയി കിടന്നുറങ്ങാമായിരുന്നു. വിളിച്ചോളൂ സാർ, തെറിയൊക്കെ നമുക്കിപ്പോൾ താരാട്ടുപാട്ട് പോലെയാണ്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? 2 വഴികളേ ഉള്ളൂ. ആദ്യത്തെ വഴി, ആ നിരത്തി വെച്ചിരിക്കുന്ന വണ്ടിയുടെ കൂട്ടത്തിൽ 1001ാമത്തെ വണ്ടിയായി സാറിന്റെ വണ്ടി കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് വണ്ടി കത്തിക്കുക. പെട്രോൾ വലതിന് തരുന്നുണ്ട്, അത് മാൻഡറ്ററി ആക്കി ഇപ്പോൾ കമ്പനി. വണ്ടിയുടെ സർവീസ് എന്തെങ്കിലും തരാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് 2027 ഒക്ടോബർ 2-ാം തീയതി വരും. ഞങ്ങളും ഈ ഷോറൂമും ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചു തരാൻ ശ്രമിക്കാം. അയ്യോ, എല്ലാം പോയേ. ഞാനിപ്പോ എത്രയോ ഈ അടച്ച പൈസ റീഫണ്ടെങ്കിലും തിരിച്ച്. വലയിൽപ്പെട്ട മെയിൻ്റെ അവസ്ഥയാണ് സാർ വലയെടുത്തവരുടെ അവസ്ഥ. റീഫണ്ട് ഇല്ല. വീട്ടില് ആധാരം വിറ്റാണ് പുള്ളിക്കാരൻ വണ്ടി എടുത്തത്. അപ്പോഴ് വീട്ടിൽ കാണിക്കാൻ വേണ്ടി വല്ല സ്പെയർ വണ്ടിയിൽ തന്നിരുന്നെങ്കിൽ കൊണ്ട് കാണിക്കായിരുന്നു. സ്പെയർ വണ്ടിയൊക്കെ കണ്ടിട്ട് കൊല്ലങ്ങളായി സാർ. ഒരു ഫോട്ടോ ഉണ്ട്, മതിയോ? ചത്ത കളിക്ക് ഇനി എന്തിനു കൂട്? ഞാൻ ഇനി വീട്ടില് എന്തൊരു പറയും? വലിച്ചെന്ന് പറ. മിസ്റ്റർ ചുണ്ണി, വീട്ടിൽ ഞാൻ പറഞ്ഞ സെറ്റ് ആയിക്കോളാം. ആധാരം എടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ മറിച്ചു തരാം. പക്ഷെ എന്റെ തല പോയത് വേറൊരു വഴിയിലോട്ടാണ്. ഏത് വഴി? ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ കറണ്ട് ചെലവ് വരും. പെട്രോൾ വണ്ടി എടുത്താൽ പെട്രോൾ അടിക്കണം. ഡീസൽ വണ്ടി എടുത്താലും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് നീ ഇതെല്ലാം വിട്ടിട്ട് ഒരു സൈക്കിൾ എടു. ഹിഡൻ സ്പോട്ടിലേക്ക് നമുക്ക് സൈക്കിളിൽ പോവാം. എടേ ചുണ്ണി, നീ എന്താ എന്നിട്ട് ഓട്ടിക്കണം? ഞാൻ എന്റെ കണ്ണാണല്ലടാ. നീ കണ്ണണ്ണല്ലടാ, കാലിലാണ് എന്റെ കാലൻ. അവിടെ